കഴിഞ്ഞിട്ടെങ്കിൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവർ മോണിറ്റൈസേഷനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഒരുപാട് പേര് ഏണിങ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ തുടങ്ങുന്നത്. നിങ്ങൾ ഏണിങ്സിന് വേണ്ടിയിട്ട് തുടങ്ങുന്ന ഒരു ചാനലാണെങ്കിൽ നിങ്ങൾ ഷോർട്സ് കൊണ്ട് മാത്രം നിങ്ങളുടെ ചാനൽ ഏണിങ്സിലോട്ട് പോവുകയില്ല. അതായത് പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാരോടാണ് ഞാൻ കൂടുതലും പറയുന്നത്. വെച്ചാൽ പഴയ ആൾക്കാർക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും. പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാരാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് വീഡിയോസ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ 90 ഡേയ്സ് കൊണ്ട് 3 മില്യൺ വ്യൂസ് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവും. അത് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ 365 ഡേയ്സ് കൊണ്ട് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ തുടങ്ങുന്ന യൂട്യൂബ് തുടങ്ങുന്ന ജിമെയിലിൽ നിങ്ങൾക്ക് ഒരു ആഡ്സെൻസ് അക്കൗണ്ട് കൂടെ ചെയ്തു വെക്കുന്നത് ഭാവിയിൽ അതായത് മോണിറ്റൈസേഷൻ ആവുന്ന ടൈമിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏണിങ്സ് വരുന്നത് ആ അക്കൗണ്ടിലാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചാനൽ മോണിറ്റൈസേഷൻ്റെ ഈസിയായി കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മാക്സിമം നിങ്ങൾ ലോങ് വീഡിയോസും ലൈവ്സും ചെയ്ത് നിങ്ങളുടെ ചാനലിൻ്റെ വ്യൂസ് കൂട്ടി വാച്ച് അവർ കംപ്ലീറ്റ് ആക്കേണ്ടതാണ്. വാച്ച് അവർ നിങ്ങൾ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നിങ്ങളുടെ ആ കിട്ടിയ വാച്ച് അവറിൽ നിന്നും അവർ മൈനസ് ചെയ്ത് വാച്ച് അവർ താഴോട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് 365 ഡേയ്സ് കൊണ്ട് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം.